നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിങ് വേൾഡ്. അപ്പം എൻ്റെ മുറ്റമൊക്കെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ടല്ലേ. അപ്പോൾ ഇത് എൻ്റെ ബൊഗൈൻവില്ലയാണ് കേട്ടോ. നല്ല പൂത്തൊക്കെ നിൽപ്പുണ്ട്. മഴ പെയ്യുമ്പോൾ അതെല്ലാം താഴെ പൊഴിഞ്ഞു പോവും. ആ ഒരു വിഷമത്തിൽ ഞാൻ നിൽക്കുകയാണ്. ഇന്ന് നല്ല ചൂടുമാണ്, മഴ പെയ്യുകയും വേണം. പിന്നെ ഞാൻ അച്ചുവിനോട് പറയാണ്, വേണ്ട ഈ ഇവിടെ ഒരു കിളിക്കൂട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ അതൊക്കെ ഞാൻ അവനെ കാണിച്ചു കൊടുക്കുകയാണ്. അതിനകത്ത് കിളി ഇരിപ്പുണ്ട്, പക്ഷേ വീഡിയോയിലത് കാണാൻ മേല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ഒരു സൈഡിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ അവനോട് കുറേ പൂച്ചക്കഥകളും എല്ലാം പറഞ്ഞു കൊടുക്കണം. ഒരു പൂച്ച അതുവഴി ഓടിപ്പോയി. അപ്പോൾ 2 കുഞ്ഞിപ്പൂച്ചകളുണ്ടായിരുന്നില്ല, കുരിപ്പ് പിടിച്ചത് രണ്ടും ചത്തുപോയിട്ടാ. അപ്പം ബാക്കി ആ കഥയൊക്കെ അവനോട് ഞാൻ അവിടെ നിന്ന് പറയാം. പിന്നെ അന്ന് രാവിലെ നോക്കിയപ്പോഴത്തേക്കും ഈ വാഴ ഒടിഞ്ഞ് അപ്പുറത്തെ വീട്ടിലേക്ക് കിടക്കുമായിരുന്നേ. അതിലൊരു കൊച്ചു കൊലയുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങ് വിനോട് അന്നേരം അവിടെ വെച്ച് അങ്ങ് വെട്ടിയിട്ട് പോയി. പിന്നെ ബാക്കി ഞാനും അച്ചുവും കൂടെ ഒന്ന് വൃത്തിയാക്കുകയാണ്. അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയില്ലേ പിന്നെ എൻ്റെ അവിടെ വെച്ചിരിക്കുന്ന ചെടിയെല്ലാം പോവും. അപ്പോൾ അത് കാരണം ഞാനതെല്ലാം എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ അവൻ എന്നോട് ചോദിക്കുന്നുണ്ട്, അവിടെ ചെടി നടാനല്ലേ അമ്മ വന്നത്, പിന്നെ ഇതെല്ലാം കൂടെയാണോ ചെയ്യുന്നതെന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. കണ്ടപ്പം ഞാൻ പിന്നെ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തു. അല്ലെങ്കിൽ പിന്നെ ആ ചെടിക്കും വെയിൽ നന്നായിട്ട് കിട്ടത്തില്ലല്ലോ. അന്നേരം അവൻ എന്നോട് ഇങ്ങനെയാണോ വാഴയൊക്കെ വെട്ടിക്കളയുന്നത് എന്നൊക്കെ ചോദിക്കും. എനിക്ക് അങ്ങോട്ട് കയറി നിന്ന് വെട്ടാൻ മേല, അതുകൊണ്ട് ഞാൻ അവിടെ മാറി നിന്നാണ് വെട്ടിയത്. അപ്പോൾ അവനെല്ലാവരും കാണട്ടെ അമ്മ എങ്ങനെയാണ് ഈ വാഴയൊക്കെ വെട്ടി വെച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ എടുത്ത് കാണിച്ചത് കേട്ടാ. അപ്പോൾ ഞാൻ കുറേ അതെല്ലാം അത്രയും ചെയ്തിട്ട് പിന്നെ ഞാൻ ബാക്കി ഈ സൈഡിൽ നിന്ന് അന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ഈ സൈഡാണ് വൃത്തിയാക്കാൻ ഇനിയുള്ളത്, കുറേ ചെടിച്ചട്ടിയൊക്കെ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ അത് ഞാൻ അച്ചുവിനെ ഇവിടെ നിന്നിട്ട് ഞാനും അച്ചുവും കൂടെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അച്ചു വന്ന് എൻ്റെ അടുത്ത് എന്തോ ചോദിച്ചു കേട്ടോ. എൻ്റെ ശ്രദ്ധ ഇച്ചിരി അങ്ങോട്ടൊന്ന് മാറിപ്പോയി. അപ്പോൾ അവന് ഇവിടെ വെച്ച് ചെയ്യാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ തുടങ്ങിയതാണ്. ഇതിനകത്തിപ്പോൾ ഞാൻ ചാണകപ്പൊടി കുറേ ഇടുന്നുണ്ട്. ആ പാത്രത്തിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു മണ്ണ്. പിന്നെ അതിനകത്ത് നേരത്തെ കൊക്കോപ്പിറ്റൊക്കെ ചേർത്തിട്ടുള്ളതാണ്, ചാണകമൊക്കെ ചേർത്തിട്ടുള്ളതാണ്. എന്നാലും കുറേ ആയി അതങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ചെയ്ത് എല്ലാം കൂടി പെട്ടെന്ന് തീരത്തില്ല, കാരണം നന്നായിട്ട് മണ്ണ് ഇളകുന്നുമില്ല അവിടെ വെച്ച് ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾ ബാക്കി ഉണ്ടായിരുന്ന അന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ നനച്ച് വെച്ചു കൊക്കോപ്പിറ്റെന്ന്. അപ്പോൾ അത് ബാക്കി വന്നതെല്ലാം കൂടെ ഒരു ബക്കറ്റിലോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ഇതിലോട്ടും കൂടെ ചേർത്തതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതെല്ലാം കൂടെ എടുത്ത് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി വെച്ച് കേട്ടോ. അപ്പോൾ നല്ല വെയിറ്റും ഉണ്ട് അതിന് അത്യാവശ്യം. പിന്നെ പെർലൈറ്റ് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ എടുത്ത് ഞാൻ അതിനകത്തോട്ടം കിട്ടും, കാരണം കുറേ മണ്ണുണ്ട്. പിന്നെ ഇനി അപ്പുറത്തേക്ക് കൊണ്ടുവെക്കുമ്പം അവിടെ കുറേ കൊച്ചു കൊച്ചു ചെടിച്ചട്ടികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിലൊക്കെ മണ്ണിരിപ്പുണ്ട്. അന്നേരം അതും കൂടെ ഇടുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ആവശ്യം വരും, പെർലൈറ്റ് എല്ലാം കൂടെ ആവശ്യം വരും. പിന്നെ ചാണകപ്പൊടിയൊക്കെ ശരിക്കുമ്പോഴത്തേക്ക് കുറഞ്ഞു പോവും, അത്രയൊന്നും പോരാ, കുറച്ചും കൂടി വേണമായിരുന്നു. എന്നാലും ഇപ്പം അത്യാവശ്യം എല്ലാം ഇട്ടിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ ആദ്യം ഞാൻ ഇതിങ്ങനെ വെച്ച് ഇളക്കി നോക്കി പറ്റുമോയെന്ന്, പിന്നെ നടക്കുന്നില്ലെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ അവനോട് പറഞ്ഞു, വലിയ മമ്മട്ടി എടുത്തിട്ട് അത് വെച്ച് തോണ്ടി നോക്കാം എന്ന് വെച്ചു. അപ്പോൾ അവൻ ആ തൂമ്പ എടുത്തിട്ട് വന്നു, അത് വെച്ചിട്ട് നടന്നില്ല. പിന്നെ ഞാൻ അതിൽ നിന്ന് തന്നെ കോരി കുറേശ്ശെ ഇളക്കി ആദ്യം താഴേക്ക് ഇട്ടതിന് ശേഷം പിന്നെ എല്ലാം കൂടെ മറിച്ചങ്ങോട്ട് ഇട്ട് കേട്ടോ. അതാണ് നന്നായത്. അത് കാരണം അവിടെ ഇട്ട് ഇളക്കാൻ എളുപ്പമുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഇടിയിൽ ഇപ്പം കുറച്ച് ദിവസമായിട്ടിങ്ങനെ ആ പണി എനിക്ക് നീണ്ടുപോയി. കാരണം ഇത്രയും മണ്ണെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറേ ചെടിയും ഉണ്ട് നടാൻ. എല്ലാം കൂടെ ആയപ്പം നല്ലൊരു പണിയായിരുന്നു. ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഒരുക്കി എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഈ വീഡിയോയിൽ. 2 ദിവസത്തേക്ക് നല്ല ഒന്നാന്തരം പണിയായിരുന്നു. ഉച്ചയാകുമ്പം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഞാൻ ചെയ്യുന്നത് ശരിക്കും വൈകിട്ട് ഒരു 5:30 ഒക്കെ ആയപ്പോഴാണ് ഞാനും അച്ചുവും കൂടെ ഇറങ്ങിയത്. പെട്ടെന്ന് തീരും, കുറച്ച് ചെടിയേ ഉള്ളൂ. പിന്നെ ഇന്ന് ചെടി നട്ട് വെക്കാം, നാളെ നമുക്ക് പെയിൻറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞേട്ടോ. ഇത് വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്താണ് ഇത് ചെയ്യുന്നത്. പിന്നെ അവൻ കുറച്ച് കഴിഞ്ഞപ്പം അവൻ്റെ ഫ്രണ്ട്സ് ആരാണ്ടോ വിളിച്ചിട്ട് അവനങ്ങനെ അങ്ങോട്ട് പോയി. അവരെ എന്തോ ബസ് സ്റ്റാൻഡിൽ നിന്ന് എന്തോ വിളിച്ചു കൊണ്ട് വിടണമെന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അവനങ്ങനെ പോയി. പിന്നെ ഞാൻ പെട്ടെന്ന് ബാക്കിയൊക്കെ അങ്ങ് ചെയ്തു വെച്ചു. പിന്നെ 10 കിലോയുടെ ഒരു
പോട്ടിംഗ് മിക്സ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലത്. അപ്പോൾ അതാദ്യം അടിയിലിട്ട് കൊടുത്തു. അപ്പോൾ ഇത് മാൻഡിവില്ലയാണ്. അതിൻ്റെ 2 കളറ് ഞാൻ മേടിച്ചായിരുന്നു. അപ്പം അത് രണ്ടും എനിക്ക് ആ ഫ്രണ്ടിൽ കാർ പോർച്ചിൽ കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ആ നല്ല പിന്നെ പോട്ടിംഗ് മിക്സ് ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചതും കൂടെ കുറച്ച് ചേർത്തു. ഇതെല്ലാം ഞാനിത് നേരത്തെ ഇവിടെ വെച്ചിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് ഇത് മേടിച്ച് വെച്ചിട്ട്. പിന്നെ അത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ആദ്യം ഞാൻ നല്ല പോട്ടിംഗ് മിക്സ് താഴെ ഇട്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ കൂട്ടിയത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. അപ്പം വലിയ കുഴപ്പമില്ല. നല്ല മണ്ണ് അടിയിലുണ്ടല്ലോ, വേര് ചെല്ലുന്നത് അങ്ങോട്ടാണല്ലോ. പിന്നെ സൈഡൊക്കെ കുഴപ്പമില്ല, എല്ലാം ഫിറ്റ് ചെയ്തൊക്കെ വെച്ച് കേട്ടോ. അപ്പോൾ ഈ ഒരു പണി എനിക്ക് ഞാനൊരു 8 മണി വരെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതെല്ലാം നട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇത് പെറ്റൂണിയ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഹാങ്ങിങ് പോട്ടിലിടാൻ വേണ്ടിയിട്ട്. അപ്പം അതിനകത്ത് ഞാൻ കുറച്ച് ആദ്യം കല്ലെല്ലാം കൂടെ ഇട്ടതിന് ശേഷം പിന്നെ ഇതെല്ലാം കൂടെ നട്ടു വെച്ചു. അപ്പോൾ ഇനി മണൽ കിട്ടിയില്ല. പെറ്റൂണിയ നടുന്നതിനകത്ത് മണൽ നല്ലതാണ്. അപ്പം ഞാൻ 1-2 ഇടത്തൊക്കെ ചോദിച്ചു, അന്വേഷിച്ചിട്ടും ഒന്നും കിട്ടില്ല. പിന്നെ ചെങ്ങന്നൂരേ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അന്നേരം പിന്നെ എനിക്ക് മണൽ കിട്ടാഞ്ഞാണ് ഞാൻ പിന്നെ ഈ മിക്സിനകത്ത് തന്നെ അങ്ങ് വെച്ചു. അപ്പോഴത്തേക്ക് പിന്നെ അച്ചു വന്നു. ഇപ്പോൾ സന്ധ്യയൊക്കെ കഴിഞ്ഞു കേട്ടോ. 6:30-7 മണിയോ മറ്റോ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു ഏകദേശം തളർന്ന അവസ്ഥയായി. എന്നാലും എന്തായാലും തുടങ്ങി വെച്ചതല്ലേ. പിന്നെ വീടിൻ്റെ ഫ്രണ്ടുമാണ്, ഇങ്ങോട്ട് ഇറങ്ങുന്ന ഭാഗത്ത് തന്നെയാണ് ഇതെല്ലാം കൂട്ടിയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് തീർക്കാനോട്ട് പറ്റണമോ ഇല്ല. അപ്പോൾ അന്നത്തെ പണി തീർക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഇതും കൂടി ഒന്ന് നട്ട് തീർത്തേക്കാമെന്ന് വെച്ചു, ഈ കലാത്തിയ ലൂട്ടിയും കൂടെ. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നല്ലോ, ഞാൻ നഴ്സറി പോയപ്പോൾ ഇത് കൂടി എടുത്തിട്ട് വന്നു എന്ന്. അപ്പോൾ ലാസ്റ്റ് ഇത് നല്ല ടയേർഡായതിന് ശേഷം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എത്ര ചെയ്തിട്ടും ശരിയാവുന്നില്ല, അതിൻ്റെ ലെവൽ ശരിയാവുന്നില്ല. അത് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് ചെരിഞ്ഞു പോയി. അങ്ങനെ ഒരു 4 3-4 പ്രാവശ്യം ഞാനത് എടുക്കുകയും വെക്കുകയും ചെയ്തു കേട്ടോ. അപ്പം അത്ര ടയേർഡായതുകൊണ്ടാണ് നമുക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്തത്. എപ്പോഴും ഞാൻ വിചാരിക്കും ഇങ്ങനെ ജോലി ചെയ്യരുത്, കുറേശ്ശെ ചെയ്യണമെന്ന്. പക്ഷേ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ ചെയ്തു വരുമ്പം ഇങ്ങനെ ആയിപ്പോവും. എനിക്കതങ്ങനെ കുറച്ചായിട്ട് ചെയ്യാൻ അറിയത്തില്ല. ചുമ്മാ വാരി വലിച്ച് എല്ലാം കൂടെ എടുത്തിട്ട് അങ്ങോട്ട് ചെയ്യും. എന്നിട്ട് തീരത്തോ പിന്നെ അതിൻ്റെ വിഷമമാണ്. ഞാൻ തന്നെ എനിക്ക് പണി മേടിച്ച് കൊടുക്കുന്നൊരു സ്വഭാവം എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഇതാണ് ലാസ്റ്റത്തെ അവസ്ഥ കേട്ടോ. അന്നത്തെ രാത്രിയിൽ ഞാൻ പണി നിർത്തുമ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ. 8 മണിയൊക്കെ ആയി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.